എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴിയ എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കേൾക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. തീർച്ചയായിട്ടും. ഓക്കെ, 20 അപ്ഡേറ്റ്. അല്ല ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലല്ലോ. നാളെയാണ് ഇനി നാളെ ദുരന്തർ ഞങ്ങള് നിലമ്പൂർ വെച്ച് കാണും. രണ്ടാൾക്കാർ മാത്രമാണ് ദുരന്തറിന്റെ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു കേട്ടോ. രണ്ടുപേരും അയച്ചോ? പക്ഷെ പിന്നെ കണ്ടിട്ടില്ല. ഒരാൾ പറഞ്ഞു വേണ്ട, എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടായിരുന്നു, അവർ കോഴിക്കോട് ബുക്ക് ചെയ്തു. പിന്നെ മറ്റേ ആൾ വേണമെന്ന് പറഞ്ഞു, പിന്നെ കണ്ടിട്ടില്ല. ഡെമോൻ്റെ കോളനി 3. ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. അതായത് ലൈബ്രറിയൻ ആയിട്ട് ആര് എന്നുള്ളതൊരു വലിയ ചോദ്യമാണല്ലോ. അത് ഇന്ന് 5:01 റിവീൽ ചെയ്യും. ആരാണ് ലൈബ്രറിയൻ? യെസ്, ആരായിരിക്കും? ചിലരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെ അതെ അതെ, ആള് തന്നെയായിരിക്കും. ഓക്കെ, അടുത്തത് സംഭവം. സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ കേരള ഗ്രോസ് 4.3 CR. ചെറിയൊരു സിനിമയായിട്ട് വന്നു. 4.3 CR. നല്ല അഭിപ്രായമാണ്. അതെ, നല്ല അഭിപ്രായമാണ്. ജിത്തു സതീശൻ മംഗളത്ത് ആളുടെ ഫസ്റ്റത്തെ സിനിമ. അതെ, എന്തായാലും ഗംഭീരമാവട്ടെ. അടുത്തത് ഡ്യൂൺ പാർട്ട് 3 കൺക്ലൂഷൻ. ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇത് പിന്നെ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer നാളെ 9 മണിക്ക് വരും. നാളെ രാവിലെ. ഓക്കെ, നോക്കാം നമുക്ക്. അതെ, അടുത്തത് ബാറ്റിൽ ഓഫ് ഗാൽവാൻ. ഇനി അങ്ങനെ വിളിച്ചാൽ ആടിച്ചു പോകുന്ന തന്നെ ഷേപ്പാണ് മാറ്റുന്നത്. ഇനി മാതൃഭൂമി എന്നായി കേട്ടോ. സിനിമേന്റെ പേര് മാറ്റി മാതൃഭൂമി. എന്താണ് നല്ല ഷേപ്പ് മാറിയിരുന്നു. അത് നല്ല മനോരമ മംഗളം എന്നൊക്കെ ഇടായിരുന്നു. മാതൃഭൂമി നല്ല പേര്. എന്തായാലും സൽമാൻ ഖാൻ നായകനാവുന്ന സിനിമയാണ്. യെസ്, അപൂർവ ലാഥിയ ആളാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപൂർവ മാറ്റിയ വല്ലാത്തൊരു മാറ്റലായി പോയിട്ടോ, പേര് മാറ്റലേ. എന്തിനാ അങ്ങനെ പേര് മാറ്റി? ഈ അടുത്ത് വേറൊരു പേര് മാറ്റിണ്ടായിരുന്നല്ലോ, ആ ബ്രോക്കോഡിന്റെ അല്ലേ? ബ്രോക്കോഡ്, അതിനൊക്കെ അതിൻ്റെതായ ഒരു കാരണമുണ്ടെന്ന് കഴിക്കാം. ഇതിനൊക്കെ ഇത് മാറ്റേണ്ട ആവശ്യം എന്താ? ബാറ്റിൽ ഓഫ് ഗാൽവാൻ ഇത് ഒരു നടന്ന സംഭവത്തെ കുറിച്ച് പറയുന്ന സാധനം തന്നെയല്ലേ. മിക്കവാറും ഇതിനകത്ത് കുറെ സാധനം കയറ്റിയിട്ടുണ്ടാവും സല്ലൂന് വേണ്ടിയിട്ട്. ഇത് ഒറിജിനലൊക്കെ വിട്ടു പോണ സാധനമായിരിക്കും. അടുത്തത് 100 സ്വാമി. 100 സ്വാമി ഒരെണ്ണം പോലെ. ഇത് 100-നാവും. ഓക്കെ, വിജയ് ആന്റണി നായകനാവുന്ന സിനിമയാണ്. അതായത് പിച്ചൈക്കാരൻ എന്ന സിനിമയ്ക്ക് ശേഷം വിജയ് ആന്റണിയും ശശിയും ഒരുമിക്കുന്ന സിനിമയാണ്. സ്വാസിക ഇതിൽ നായികയായിട്ട് വരും. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് അരസൻ. സിനിമയുടെ ഷൂട്ട്. ഞാൻ ആദ്യം തന്നെ കാര്യം പറയുമ്പോ സിനിമയുടെ പേര് മറന്നുപോയി. അരസൻ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ 16-ാം തീയതി ഷൂട്ട് തുടങ്ങുന്നു. അതായത് ഇന്നലെ. അതായത് പുതിയ ഷെഡ്യൂൾ കേട്ടോ. അതെ, സിനിമയുടെ ഷൂട്ട് തുടങ്ങി. സെക്കൻഡ് ഷെഡ്യൂളിന്റെ കാര്യം കേട്ടോ. ഇനി 2 മാസം അടുപ്പിച്ച് ചെന്നൈയിലുണ്ടാവും. അതെ, അതായത് എനിക്ക് തോന്നുന്നു വെട്രിമാനിന്റെ ഏറ്റവും വേഗത്തിൽ തീരാൻ പോകുന്ന സിനിമ ഇതായിരിക്കും ഷൂട്ടിങ്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. സ്റ്റില്ല് വന്നിട്ടുണ്ട് ഇത്. ഓക്കെ, അടുത്തത് സേയോൻ. ശിവകാർത്തികേയൻ നായകനാവുന്ന സിനിമയിൽ കമൽഹാസൻ ഒരു പ്രധാന വേഷം ചെയ്യുമെന്നുള്ളൊരു റൂമർ ഉണ്ടല്ലോ. അതായത് ആള് വീരുമാണ്ടിയായിട്ടായിരിക്കും വരിക എന്നുള്ള റൂമറാണ് വരുന്നത് കേട്ടോ. വീരുമാണ്ടി അടിപൊളി. പിന്നെ മുരുകനായിട്ട് SK. പൊളിക്കൂല. നടക്കുവോ? എന്താ നടക്കുക? ഇപ്പൊ ഇതൊക്കെ നടക്കും. എല്ലാം നടക്കും. അടുത്തത് ഓപ്പറേഷൻ ട്രാൽ. ജയസൂര്യ ചെറിയ പരിപാടി കേട്ടോ. ഇനി പിടിക്കുന്നതൊക്കെ റേഞ്ച് വിട്ട സാധനം കേട്ടോ. എന്താണ് ജയസൂര്യ നായകനാവുന്ന രതീഷ് വേഗ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്രിസ്മസ് റിലീസ് ആയിട്ടാണ് സിനിമ എത്തുന്നത്. ഇതും ഒരു റിയൽ ബേസ്ഡ് സ്റ്റോറിയാണ് കേട്ടോ. അതെ അതെ അതെ. എന്തായാലും ഇവർ ആദ്യമായിട്ട് ഒരുമിക്കല്ല, ഇതിനു മുൻപ് കോക്ടെയിൽ ഇവർ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അറിയാലോ, വേറെ ലെവൽ സാധനമായിരുന്നു. അതെ, അത് എത്ര നാളായി അപ്പൊ രതീഷ് വേഗ? 2010 ഇറങ്ങിയത്. 2010 2011 ആ ടൈമാ. അപ്പൊ അത്രയും കാലത്തിന് ശേഷമാണ് ആള് ഡയറക്റ്റ് ചെയ്യാൻ പോണത്. അതെ, ആള് എന്തൊക്കെയാണ് മ്യൂസിക് കമ്പോസർ ആണ്, അങ്ങനെ പല പരിപാടികളുണ്ട് ആൾക്ക്. ഓക്കെ, എന്തായാലും ജയസൂര്യ ചെറിയ പരിപാടി നല്ല പിടിക്കുന്നത്. ഇപ്പോൾ ഒന്ന് കത്തനാറുണ്ട്, വലിയ സിനിമയാണ്. അത് 2 ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ ആട് 3 യുടെ 2ാം ഭാഗമുണ്ട്, പാർട്ട് 2. അത് പിന്നീടാണ് വരാൻ പോകുന്നത്. എന്തായാലും അതുണ്ടല്ലോ.
പിന്നെ ഉള്ളത് കത്തനാരും 2 പാർട്ടായിട്ടല്ലേ? അതെ. പിന്നെ വിനായകനും ജയസൂര്യ ഒരുമിക്കുന്ന വിനായകൻ ജയസൂര്യ സിനിമയുണ്ട്, ഒരു സിനിമ ഉണ്ട്. അത് പിന്നെ അത്ര ഭീകരമായിട്ടുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഫാന്റസി പരിപാടിയാണ്. ഇത് കുറച്ചും കൂടി ഭയങ്കരമായി. അത് സത്യം. ചെറിയ പരിപാടികളല്ല. എന്തായാലും നോക്കാം. അടുത്തത് പെദ്ദി. രാം ചരൺ നായകനാവുന്ന ബുച്ചി ബാബു സന സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ജാൻവി കപൂറാണ് നായിക. ഓക്കെ. സിനിമയിൽ ഒരു ഐറ്റം സോങ് ഉണ്ട്. ഇതൊരു തീരുമാനമായിട്ടില്ലേ? സിനിമ ഏപ്രിൽ 30 സിനിമ റിലീസിന് പ്ലാനും മറ്റേ രാംചരണൊക്കെ അടുത്ത സിനിമേന്റെ ഷൂട്ട് തുടങ്ങി. അതെ, അതിലേക്ക് കടന്നു. ഇപ്പോഴും ഇതിനകത്ത് ഐറ്റം ഡാൻസ് ആര് കളിക്കും എന്നുള്ളത് ഇതൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ആവുകയും ചെയ്തു. അതെ, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് തുടങ്ങിയില്ലേ? പിന്നെ മാത്രം പെൻഡിങ് ഉണ്ടോ? പിന്നെ മറ്റൊരു കാര്യമാണെങ്കിൽ ഒരു തമന്നയുണ്ട്. എവിടെ ഐറ്റം സോങ് എന്ന് പറഞ്ഞാലും അവിടെ തമന്ന ഉണ്ടാവും. അതത്രേ ഉള്ളൂ. എന്തൊരു പാവുണ്ടെങ്കിൽ അയ്യ ജീവിച്ചു പൊക്കോട്ടെ. അത് ജീവിച്ചു പോകുന്നതുകൊണ്ടാണ് ഞാനല്ലേ നീയൊക്കെ. അടുത്തത് കറുപ്പ്. കറുപ്പ് സിനിമയുടെ അപ്ഡേറ്റ് അടുത്ത തിങ്കളാഴ്ച ഉണ്ടാവും എന്നാട്ടോ പറയുന്നത്. അതായത് ഇന്നലെ സൂര്യ 46 അതായത് വിശ്വനാഥ് ആൻഡ് സൺസിന്റെ ടീസർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത തിങ്കളാഴ്ച മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് കറുപ്പ് വരും. അതെ, സഞ്ജയ് വിശ്വനാഥ് വന്നു, ഇനി കറുപ്പ് വരും. യെസ്. ഓക്കെ. കറുപ്പയ്യാണോ? കറുപ്പുസ്വാമി. എന്തായാലും വേറെ കാര്യം കൂടി ഉണ്ട്. അതായത് RJ ബാലജി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യാം. അന്ന് വന്നിട്ട് ചിലപ്പോൾ പറയും. അപ്ഡേറ്റ് ഒന്നുമില്ല. ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് അല്ലേ? മൂപ്പരെ നമ്പാൻ പറ്റുന്നതല്ലേ ഇപ്പൊ? RJ ബാലജിയെ നമ്പിയാൽ അത്രേ ഉള്ളൂ. അല്ല, അതൊക്കെ പോട്ടെ. നീ നിന്റെ കയ്യിൽ കയറി ഞാൻ പിടിച്ചില്ലല്ലോ, പിടിക്കാൻ വരികയല്ലേ. കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പോയിട്ട് എടുത്താ പോരെ, പറയാനുള്ള മൊത്തം തീർക്കണ്ടേ? ശരി. അല്ല, എനിക്ക് പറയാനുണ്ടെന്ന് ഇങ്ങനെ മനസ്സിലായി. ഞാനല്ലേ എടുത്തത് കിഴി, എനിക്ക് പറയാനുള്ള മൊത്തം പറഞ്ഞു തീർക്കണ്ടേ? എന്നാ പറഞ്ഞു. ഇനിയില്ല, ഇനി എന്ത് പറയാനെടുക്ക്? മറന്നോ? ആ ടൈമിൽ പറയണോ? അല്ലെങ്കിൽ അതാണ് ഈ ചാടി കയറി പിടിക്കാനൊക്കെ വരുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു പോയില്ലെങ്കിൽ മൊത്തത്തിൽ പോയി. കണ്ടിട്ടില്ലേ പല സമയത്തും? അതെ അതെ. സ്പൈഡർമാൻ സൂപ്പർമാൻ വരെ ആവുന്നുണ്ട് അല്ലേ? സത്യം. പിന്നെ ആ ടൈമിൽ ഇങ്ങനെ പറഞ്ഞു പോണ സമയത്ത് പിന്നെ ഇപ്പൊ തന്നെ എന്തോ കത്തി തെറിയായി പല പ്രാവശ്യങ്ങളിലും. അതെ. പിന്നെ തെറി കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് കത്തി മാറി തെറിയായിട്ടുണ്ട്. നല്ല തെറി കേൾക്കാറുണ്ട്. അപ്പം അടുത്തത് ഡെർബി. മാർച്ച് 27 സിനിമ റിലീസിനെത്തുകയാണ്. സിനിമയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രാങ്കോ ഫ്രാൻസിസ് ശരത്താവുന്നു. അറിയില്ല, ചെറുത് ആളാണ് ക്യാരക്ടർ. എന്താണെങ്കിലും സജിൽ മമ്പാട് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. ഓക്കെ. ഞാനേ മറവി വല്ലാതെ കൂടിയിരിക്കുന്നു. വേറെന്തോ പറയാവുന്നുണ്ട്. ആട് 3 ഇനി അതിനെ കുറിച്ച് ധാരാളം പറഞ്ഞു. പിന്നെ തീർച്ചയായിട്ടും 3 ദിവസത്തിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നെന്തോ ഒരു സാധനം വരുന്നുണ്ട്. ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ള പോസ്റ്റർ. നമ്മുടെ എന്താടാ മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ സാധനം. മിഥുൻ മാത്രമല്ല, എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഞാൻ മിഥുനെ മാത്രമേ കണ്ടുള്ളൂ. ഒഫീഷ്യലായിട്ട് ഞാൻ കണ്ടത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാണാത്തത് ഞാൻ പറയൂല. അത് തന്നെ മിഥുൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടത് തന്നെയാണത്. ആണല്ലേ? ബാക്കി എല്ലാവരുടെയും കണ്ടത് നീ. ഞാൻ കണ്ടത് മിഥുന്റെ മാത്രമേ ഉള്ളൂ. എന്റെ അമ്മേ, അത് കണ്ടത് നന്നായി. ഇല്ലെങ്കിൽ നീ അത് ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞത്. അതൊക്കെ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ലേ, ഞാൻ കാണാത്ത വിശ്വസിക്കൂല. എന്താണെങ്കിലും ഇന്ന് 5 മണിക്ക് കേട്ടോ, എന്താണെന്നുള്ള അറിയാം. എന്താ നോക്കാം നമുക്ക്. അടുത്തത് മിക്കവാറും കൈപ്പട കുഞ്ഞപ്പന്റെ പോലത്തെ ഒരു സാധനമായിരിക്കും. ഏതെങ്കിലും കഥയും കൊണ്ട് വരുമായിരിക്കും. അടുത്തത് നീ വിശ്വസിക്കൂല, എന്നാലും ഞാൻ പറയട്ടോ. നീ കാണാത്തൊരു കാര്യമാണ്. പവൻ കല്യാൺ നെക്സ്റ്റ് സംവിധാനം ചെയ്യാൻ പോകുന്നത് മോഹൻ രാജ സിനിമയുടെ പേര് കൊണ്ടുവന്നു. പിന്നെ ഇത് നിർമ്മിക്കുന്നത് പീപ്പിൾ മീഡിയ ഫാക്ടറി. ഇതിപ്പോ ഞാൻ എടുത്തിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇതെന്ത് ഫാക്ടറിയാണത്? പീപ്പിൾ മീഡിയ ഫാക്ടറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്പനി ആയിരിക്കും. എന്തുണ്ടാക്കുന്ന ഫാക്ടറി ആണെന്ന് മീഡിയ അല്ല പീപ്പിൾ എന്തൊക്കെ സിനിമ ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിരിക്കും. നീ എന്നെ ഇങ്ങനെ ഇട്ട് ഇല്ല ഇടങ്ങാറാക്കല്ലേ. അടുത്തത് L366 തരുമൂർത്തിയുടെ ഒരു സ്റ്റില്ല് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഒന്ന് വേഗം ചെയ്യും. ഇങ്ങനെ കിടക്കലൊക്കെ പിന്നെ വീട്ടിൽ പോയി കിടക്കാം. സിനിമ ചെയ്ത് തീർക്ക്. കിടന്നുറങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ സിനിമ തുടങ്ങിയത്. എന്നിട്ടോ അത് എടുക്കുന്നത് കുഴപ്പമില്ല.
അത് നമ്മളെ വിളിച്ച് കാണിച്ചു നിന്നില്ല. നമ്മൾ സ്വന്തം എടുത്തിട്ട് വെക്കണ്ടേ, നാട്ടുകാരെ മൊത്തം ഇട്ട് കാണിച്ചും കൊടുക്കും. അടുത്തത് ജനനായകൻ. ജനനായകൻ സിനിമയുടെ സെൻസറിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാകുമോ ഇല്ലയോ, അതാണ് ചോദ്യം. അതായത് റിവ്യൂസിംഗ് കമ്മിറ്റി ഇന്ന് ഇതിൻ്റെ ഒരു റിവ്യൂ എടുക്കുന്നുണ്ട്. റീസെൻസർ ഇന്നാണ്. അതെ, നടക്കുമെന്ന് അറിഞ്ഞൂടാ. ഇന്നാണ് ശരിക്കും നടക്കാൻ പോകുന്നത്. ശരിക്കും അത് കഴിഞ്ഞ അന്ന് തന്നെ മാറ്റി വെച്ച ഡേറ്റ് ആണ്, മാർച്ച് 17. എന്തായാലും മെയ് 8 അല്ലെങ്കിൽ മെയ് 15 റിലീസ് പ്ലാൻ ചെയ്യുന്നു. മെയ് 15 വരാൻ പറ. കറുപ്പ് മാറ്റുമല്ലോ ജനനായകൻ. പക്ഷെ വിജയ സൂര്യ എന്തായാലും പേടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. വിജയനെ സൂര്യ പേടിച്ചിട്ടുമുണ്ട്, മാറ്റിയിട്ടുമുണ്ട്. എന്താണെന്നറിയോ, ഗോട്ടിന്റെ സമയത്ത്. അല്ല അന്ന് ഗോട്ടിന്റെ സമയത്താണ് കങ്കുവ മാറ്റി വെച്ചതേ. കങ്കുവ മാറ്റിയത് വേട്ടയ്യൻ ആ മാസമാണ് രജനീകാന്തിന്റെ, അതായത് വേട്ടയിൽ ഇറങ്ങുന്നതിന്റെ മുന്നേ അല്ലേ ഇതിറങ്ങിയത്, ഗോട്ട് ഇറങ്ങിയത്, പൂജ റിലീസായിട്ട്. അതായത് ആ ഒരു ചെറിയ ടൈമിൽ മാത്രമേ ഉള്ളൂ, മറ്റേത് രണ്ടും ഒരു ഡേറ്റിനായിരുന്നു എന്നുള്ളൂ. വേട്ടയിന് വേണ്ടി മാറ്റി കൊടുത്തു. എന്നിട്ട് നന്ദിയൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇറക്കിയത് അല്ലേ. നമ്മള് വിജയനൊന്നും മേടിക്കാറില്ല, സൂര്യക്ക് എന്ത് വിജയ്, അത് വേറെ സത്യം. മറ്റേ സിനിമ ടു ഹരിഹർനഗറിൽ പറയുന്ന പോലെ പേടിക്കാനും വേണ്ട ഒരു ബുദ്ധി. അടുത്തത് ദുരന്തർ 2. ഞാൻ എന്തോ ദുരന്തർ 2 സിനിമയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂർ 55 മിനിറ്റും. ശരിക്കും പേടിച്ചു. നാളെ തകർക്കും. 4 മണിക്കൂർ 4.25 മണിക്കൂർ അപ്പൊ തിയേറ്ററിൽ ഇരിക്കേണ്ടി വരും. അതായത് 5 മണിക്ക്, നമുക്ക് 5:30 ഷോ യാത്ര. അതാ പറയാം. നമ്മളിപ്പോ 5 മണിക്ക് 4:45 ഇറങ്ങി വിചാരിച്ചോ. 4:45 മുതൽ 5:30 ആയപ്പോഴത്തേ എത്തി. 6:30, 7:30, 8:30, 9:30, 9:45. അതായത് ഇന്റർവെല്ലിന്റെ ടൈം എല്ലാം കൂടി കൂട്ടി 9:45, 10 മണിയാവും സിനിമ കഴിയുമ്പോൾ. റിവ്യൂ ഇടണം, തിരിച്ചു വരണം. 1 മണിക്കൂർ 11 മണി. എന്തത് ഭീകരം. ശരിക്കും 2-3 പാർട്ടൊക്കെ ആയിട്ട് ഇറക്കിയാൽ വേണ്ടിയായിരുന്നു. ഞങ്ങൾ കണ്ടോളായിരുന്നു. അടുത്തത് ധാം ധൂം. പഴയ സിനിമ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ രവി മോഹന്റെ സിനിമ. അന്ന് ജയൻ രവി ആയിരുന്നു. അപ്പൊ ജയൻ രവി തന്നെ പറയണം. അങ്ങനെ ലക്ഷ്മി റായി. മൊത്തത്തിൽ കങ്കണ റണാത്ത്. അന്ന് കങ്കണ പേര് മാറ്റി എല്ലാരും ഉണ്ടല്ലോ. അന്ന് കണകണായിട്ടില്ല, അല്ല അതിനുശേഷം റായി ലക്ഷ്മി ആയിട്ടില്ല, രവി മോഹനും ആയിട്ടില്ല. 3 പേരുടെ പേര് മാറിയതിനു ശേഷം അതെ ഇപ്പം ഇതൊക്കെയാണ് കാണാൻ പോകുന്ന. രവി മോഹന്റെയും റായി ലക്ഷ്മിന്റെതും അവര് തന്നെ ഒഫീഷ്യലി മാറിയതാ. ഇത് ജനങ്ങൾ മാറ്റിയതാ, അൺഒഫീഷ്യലി മാറ്റിയതാണ്. കണകുണന്റെ കണകുണ. ഓക്കെ, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അടുത്തത് സൂപ്പർമാൻ ദ ബ്രാൻഡ് ന്യൂ ഡേ. ഒന്നും കൂടി സ്പൈഡർമാൻ. ഇതെടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ടാണ് ഈ സാധനം മാറിപ്പോണത്. അല്ലേ, കുറച്ചു നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഈ കിഴിയില് നമ്മളിത് സൂചിപ്പിച്ചു എന്ത് ഈ സ്പൈഡർമാന്റെ ആവുന്നുണ്ട്. എന്നിട്ട് എടുത്ത് വായിച്ച സാധനമാണ് ഈ പറയുന്നത്. അതാ പറഞ്ഞേ, എടുത്ത് വായിച്ചു കഴിഞ്ഞിട്ട് ആ വായിച്ച് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ടാണ് സൂപ്പർമാൻ. അല്ല, സംഭവം മാർവൽസിന്റെ എല്ലാ കഥാപാത്രങ്ങളെയും ഇവനറിയുമെന്നുള്ളത് അവകാശപ്പെടാനില്ല ഒരിക്കലും അല്ലേ. പക്ഷെ സ്പൈഡർമാൻ സൂപ്പർമാൻ എനിക്കറിയാം, അതുകൊണ്ട് തെറ്റുന്നത്. സ്പൈഡർമാന്, സൂപ്പർമാനെ, അയൺമാനെ ഒക്കെ അറിയാം, ഫാൻറ്റത്തിനെ അറിയാം. വേറൊരു യൂണിവേഴ്സ് ആണ്, എന്നാലും ഫാൻറ്റത്തിനെ അറിയാം. അങ്ങനെ കുറെ പേരെ അറിയാം. എന്തിനു ടാർസനെ വരെ അറിയാം എനിക്ക്. എന്നിട്ട് എന്താണ് കാര്യം, എന്താണ് സ്പൈഡർമാന്റെ ട്രെയിലർ? ട്രെയിലർ വരുന്നു. അതായത് നാളെ, അടുത്ത ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവിടെയൊക്കെ യൂറോപ്പിലൊക്കെ നാളെ മുതലാണ്. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നല്ലേ പറഞ്ഞത്? ഇന്നലെ മിനിഞ്ഞാന്നാണ് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞത്. ശരിയാ, അടുത്ത ആഴ്ചയിലേക്ക് കടന്നു. ശരിയാണ്, വളരെ കറക്റ്റ്. അപ്പൊ എനിക്കാണ് തെറ്റുപറ്റിയത്. മൊത്തത്തിൽ ഇതൊരു പ്രശ്നമല്ല, കാരണം സ്പൈഡർമാൻ സൂപ്പർമാൻ ആയത് വലിയ പ്രശ്നമാണ്. ഇതൊക്കെ പിന്നെ സഹിക്കാം. അതെ, പിന്നെയാണ് ഇത്. ഓക്കെ, അടുത്തത് ദൃശ്യം 3 ഏതാണ്ട് മാറ്റും, ഏകദേശം 90% കൺഫേം ആണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ മേ ബി ഇനി മാറ്റാതിരിക്കാൻ സാധ്യത ഉള്ളത് ആട് 3 വന്നിട്ട് GCCയിൽ ആ ഒരു
പ്രതാപകാലം തിരിച്ചെടുക്കണം, റിലീസ് അവിടുത്തെ എങ്ങനെയുണ്ട് ഓക്കെ ആവണം. പിന്നെ എന്നാലും പക്ഷേ ഇവിടുത്തെ ഇലക്ഷൻ സംഭവം മാറുന്നില്ലല്ലോ. എലക്ഷൻ അതൊരു പ്രശ്നം തന്നെയാണ്. അത് മാറ്റി തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അതെ, അല്ലെങ്കിൽ അത് അല്ല മാറ്റി എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത്. ഏതാണ്ട് കളക്ഷനെ വല്ലാതെ ബാധിക്കും. മെയ് 1 ഇവർ അടുത്ത റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യണമെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഖലീഫ. ഞാനേ മറ്റേ പടത്തിൽ ഹിറ്റ്ലർ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഖലീഫ എന്നുള്ള സാധനം. ഇതും കൂടി തെറ്റിയുള്ള അവസ്ഥ ആലോചിച്ചു. ഖലീഫ സിനിമയിലെ മറ്റേ പൃഥ്വിരാജ് ലാലേട്ടനൊക്കെ അഭിനയിക്കുന്ന പടേ സംവിധായകനാരാ? വൈശാഖ്. എന്താണെങ്കിലും ഖലീഫ സിനിമയില് ലാലേട്ടൻ, അതായത് പാർട്ട് 1 ലാലേട്ടൻ വീൽ ചെയറിലായിരിക്കും കേട്ടോ. അതായത് മാമ്പറക്കൽ അഹമ്മദ് അലി വീൽ ചെയറിലായിരിക്കും സീന്. 2 ഡയലോഗേ ഉള്ളൂ എന്നാണ് കേട്ടത്. ഓക്കെ, കുറച്ചുള്ളൂ. ഇതൊരു ദിവസം കൊണ്ട് ഷൂട്ട് കംപ്ലീറ്റ് ലാലേട്ടൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കടന്നോളൂ. വൈശാഖിന് ഒരു പ്രത്യേകത ഉണ്ട്. വൈശാഖ് സാറും ലാലേട്ടനും ഒരേപോലെയാണ് സംസാരിക്കുക. മോനെ വൈശാഖ് അങ്ങനെയാണ് സംസാരിക്കുന്നത്. അതായത് എന്താ മോനെ മോനെ എങ്ങനെ അറിയുള്ളൂ. നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ കരുതി ആള് ആദ്യം ലാലേട്ടൻ അനുകരിക്കുകയാണോ, അതുകൊണ്ട് അത് ജസ്റ്റ് നമുക്ക് മിമിക്ക് ചെയ്തുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കുന്നതാണ്. വിളിക്കുമ്പോ ഒക്കെ നമ്മളിങ്ങനെ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോ മോനെ അങ്ങനെ സംസാരിക്കും. ആ സമയത്തൊക്കെ ഓക്കെ, അപ്പൊ ഓക്കെ. അതിനുശേഷം അതായത് ഇതിനെ കുറിച്ച് സംസാരം വന്നു. സിനിമയുടെ കാര്യങ്ങളും ലാലേട്ടനെ കുറിച്ചും മമ്മൂക്കിനെ കുറിച്ചും എല്ലാവരെ കുറിച്ച് സംസാരിച്ച്. അപ്പൊ ലാലേട്ടനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഈ മോനെ കയറി വന്നു കഴിഞ്ഞപ്പോ നമ്മള് ലാലേട്ടൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കാണിച്ചു തരുന്നതാണെന്ന് കരുതി ആദ്യം. പിന്നീട് മനസ്സിലായത് ആളുടെ സ്റ്റൈലും തന്നെ അത്രക്ക് എന്താണ് സ്വീറ്റാണ്, ഭയങ്കര സ്വീറ്റാണ്. നമ്മളിങ്ങനെ ഇത്ര, അതായത് മലയാളത്തിൽ തന്നെ നമ്പർ 1 ഡയറക്ടർ ആള് കുറച്ച് ഗർവൊക്കെ കാണിച്ചിരിക്കുന്ന ആളായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ മോനെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരാളുണ്ടാവൂല. അതാണ് അതിന്റെ സത്യം. കൊള്ളാം, നൈസ്. ഓക്കെ, എന്തായാലും ഖലീഫ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഗംഭീരമാവട്ടെ. ഓണത്തിന് റിലീസിനെത്തും എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, പാർട്ട് 2 ലാലേട്ടനാട്ടോ മെയിന്. പാർട്ട് 2 അതിനുള്ളൊരു തിരി ഈ വീൽ ചെയറിൽ ഇരുന്നിട്ടുള്ളൂ. പിന്നെ അഹമ്മദ് അലി എന്താണെന്നുള്ളത് പാർട്ട് 2 കാണാം. അതെ, ആൾറെഡി ഇതിന്റെ ഗ്ലിംസിൽ ഒരു ഡയലോഗ് ഉണ്ട്, അത് തന്നെ ധാരാളം അല്ലേ. അന്നറിയും മമ്പ്രംപള്ളിയിലെ ഉറൂസ്. മോനെ ആ സാധനത്തിന് ഇന്ദ്രൻസേട്ടൻ പറഞ്ഞിട്ട് ആ സാധനത്തിന് കിട്ടുന്ന ഒരു പവർ ഉണ്ടല്ലോ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടി അങ്ങോട്ട് കേറിയിട്ട് സാധനമായിരുന്നത്. ഇന്ദ്രൻസേട്ടന്റെ ഈ ഒരു നരേഷൻ ഉണ്ടല്ലോ, അതാണ് ഈ സാധനം 5-ാം പാതിരയിലുണ്ട്. അതായത് മറ്റേ ചുറ്റിക്ക് അടിച്ചിട്ട് പൊട്ടുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു സാധനം ഉണ്ട്. മറ്റേ ഡയലോഗ് ഇല്ലേ, അതായത് വേട്ട വേട്ടക്കാരനെ അങ്ങനത്തെ കിണ്ണം കാച്ച സാധനമാണ് ഇത്. ഖലീഫയിലാണെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അമ്മൊരു സാധനം കൂടി കൊടുത്തിട്ട് അതിന് പിന്നെ എഴുത്തിന്റെ പവർ എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. സ്ക്രിപ്റ്റിന്റെ ഡയലോഗ് പഞ്ച് കിട്ടാന്ന് പറഞ്ഞ സാധനം. എന്താണെങ്കിലും ഗംഭീര സിനിമകളാട്ടെ വരുന്നതെല്ലാം. പക്ഷെ നമുക്ക് ഈ യുദ്ധം ഒന്ന് നിർത്തണ്ടേ, ഇതെല്ലാം കൂടി ഒന്ന് കാണുന്നു വിചാരിച്ചാൽ നടക്കുന്നില്ല. ഈ 2026 ആലോചിച്ച് നോക്കി. നമുക്ക് ഇഷ്ടമുള്ള യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ vs സിനിമ. അതിൽ താരങ്ങൾ തമ്മിൽ, അതിലെ താരങ്ങളോടുള്ള ആരാധകർ തമ്മിൽ, അങ്ങനെയുള്ള ആ ഒരു രസം ഉണ്ടല്ലോ, അത് മതി. മനുഷ്യനെ കൊന്നിട്ട് എന്തെന്ന് നേടിയെടുത്തിട്ട് എന്ത് കാര്യ, എന്ത് നേടുന്നു? മണ്ടന്മാരാണെന്നേ. യുദ്ധം ചെയ്യുന്നുണ്ടോ മണ്ടന്മാര് തന്നെ, അല്ലാണ്ട് വേറൊന്നും അതിനകത്ത് അവർക്കുള്ളൊരു എന്റർടൈൻമെന്റ് അല്ലടാ. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ മറ്റേ അത് ഏതിനകത്തായിരുന്നു നമ്മൾ ഏതോ ഒരു വീഡിയോയില് പറഞ്ഞത്, ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞത്. അതാണ് ഇവരൊക്കെ അങ്ങനെ ആഘോഷിക്കുകയാണേ. അവര് മാന്യമായിട്ട് മാറിയിരുന്നിട്ട് അവര് മറ്റുള്ളവരെ വെച്ചിട്ട് കളിക്കുക. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ വരാം. ബൈ.